80 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ ആൾക്കാർ ആ 80 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റ് ഇതേ കാണുന്നുള്ളൂ. ഇതിനകത്ത് വന്ന നമ്മൾ ഈ കടന്നുപോയ പ്രോസസ്സേ ഇതൊരു വലിയ സംഭവമാണ്. അതെ അതെ, ഈ പറഞ്ഞ പോലെ ഈ അവർ കാണുന്ന കുറേ ഐഡിയൽസ് ഉണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി ഈ പറഞ്ഞ പോലെ 80 ലക്ഷം 20 ലക്ഷം ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ എന്നാൽ പിന്നെ എനിക്കും പറ്റൂലേ. ഈ പ്രോഫിറ്റ് നമുക്കുള്ളതല്ല എന്ന ചിന്ത നമുക്ക് വേണം. അത് ഇത് നാളെ മാർക്കറ്റ് കൊണ്ടുപോകും. എനിക്ക് നഷ്ടം വരാൻ കാരണം കോൾസ് എടുത്തോണ്ടാണ്, എനിക്ക് നഷ്ടം വരാൻ കാരണം അവൻ്റെ അടുത്ത് പോയി ഞാൻ പഠിച്ചോണ്ടാ എന്നാൽ നീ എന്ത് ചെയ്തു. സെറ്റ് ഓഫ് ആൾക്കാർ പ്യുവർ അസൂയ എന്നുള്ള രീതിയിൽ പറയും. എൻ്റെ 20 ലക്ഷം മൊത്തം പോയി. 20 ലക്ഷം ഒറ്റ ദിവസം കൊണ്ടാണ്, ഒരു മാസം കൊണ്ടാണ്. ഒരു മാസം കൊണ്ടാണ് 20 ലക്ഷം ആയ അവൻ അടിയുടെ കുറവാണ്. ട്രേഡിങ്ങിൽ നമുക്ക് ഇതിന് ഈ 20,000 കിടക്കുന്ന നിഫ്റ്റി എടുത്ത് 21,000 കൊണ്ടുപോയി നമ്മളെ കൊണ്ട് പറ്റില്ല. ഒഴുക്കി ഒത്ത് നീന്താനും വരുന്നത്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഇട്ട് പിടിക്കാൻ പറ്റില്ല ഈ സാധനം. നമുക്ക് ലോസേ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആകെ എവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ലോസാണ്. അത് പ്ലാൻ ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് വേണം, ലക്ഷറി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് സ്വപ്നം കാണും. പക്ഷേ ഇപ്പോൾ വേണം. അത് ഈ പറഞ്ഞ പോലെ ഈ അവർ കാണുന്ന കുറേ ഐഡിയൽസ് ഉണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി ഈ പറഞ്ഞ പോലെ 80 ലക്ഷം 20 ലക്ഷം ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ എന്നാൽ പിന്നെ എനിക്കും പറ്റൂലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ 20-30. കാരണം നമ്മൾ ഈ അതിൻ്റെ പുറകെ ഇരുന്ന് പാതിരാത്രി ഇരുന്ന് മറ്റേ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കി, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരു ദിവസം ഡെയിലി ഈ 50-ലുള്ള 50 സ്റ്റോക്ക് ഞാൻ വാച്ച് ചെയ്യുന്നത് ഡെയിലി ബേസിസ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവർ ഒരു സ്റ്റോക്ക് നോക്കൂല. ഇവർ മാർക്കറ്റിൽ കയറി ഇങ്ങനെ മോഡോട്ട് എൻട്രി എടുക്കും, അത്രയേ ഉള്ളൂ. അതേ നോക്കുന്നുള്ളൂ. എല്ലാ പണിയേക്കാളും ഏറ്റവും പാടുള്ള പണിയാണ് മാർക്കറ്റ്. പിന്നെ വേറൊരു കാര്യം, സ്ട്രഗ്ലിംഗ് പാർട്ട് കാണുന്നില്ല. അതെ അതെ, ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഷോ ബിസിനസ് എന്നുള്ള രീതിയിലായി ഒരു ലക്ഷറി ആൾക്കാർ കാണുന്നത്. അതിന്റെ പിന്നിലുള്ള സ്ട്രഗിള് ആൾക്കാർ കാണുന്നു. ഇതിപ്പോൾ നമ്മൾ തന്നെ പല ഇന്റർവ്യൂവിലും 80 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ ആൾക്കാർ ആ 80 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റ് ഇതേ കാണുന്നുള്ളൂ. ഇതിനകത്ത് വന്ന നമ്മൾ ഈ കടന്നുപോയ പ്രോസസ്സേ ഇതൊരു വലിയ സംഭവമാണ്. അതെ അതെ, ഇത് ആരും കാണുന്നില്ല. 20 ലക്ഷം നഷ്ടത്തിൽ നിന്ന് കോടികളിലേക്ക് അത് കോടി അവരുടെ കണ്ണിൽ പിടി അതേ കാണത്തുള്ളൂ. അത് അവരതേ കാണത്തുള്ളൂ. ഇതിൻ്റെ ആ ഒരു പെയിൻ എടുക്കാൻ തയ്യാറല്ല. ഒരു പെയിൻ എടുക്കാൻ അവർക്ക് തയ്യാറല്ല. അവർക്ക് ക്വിക്കായിട്ട് വേണം, പെട്ടെന്ന് വേണം. അത് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുഴപ്പമെന്ന് പറയാം. അതിന് ഏറ്റവും വലിയ നമ്മുടെ നാട്ടിൽ റീൽസ് ഷോർട്സ് ഇപ്പോൾ ഹിറ്റാവുന്നത്. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് വയ്യ, ക്വിക്കായിട്ട് വേണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാത്തിലുള്ളത്. ക്വിക്ക് റിസൾട്ട്, പെട്ടെന്ന് വേണം. നമ്മൾ പഠിപ്പിക്കുന്ന കൂടെ ചെയ്തുകൊണ്ട് നമുക്കറിയാം ആൾക്കാരെ ആറ്റിറ്റ്യൂഡാണെന്ന് പറയാം. ഇപ്പോൾ വരാം പേഷ്യൻസോടുകൂടി ഇരിക്കാൻ പറയാം. നമ്മൾ ഇതൊരു സമയം എടുത്തത്. ഇപ്പോഴത്തെ ജനറേഷൻ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രഗിൾ പറ്റൂല. അവർക്ക് ഭയങ്കര നോളജാണ്, റിസോഴ്സസിനോട് ആക്സസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും റിയൽ ലൈഫ് ഒരു സ്ട്രഗിളിൽ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ മാനിപ്പുലേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു ആങ്സൈറ്റി, മെൻ്റൽ ഹെൽത്ത്, ഡിപ്രഷൻ, ഈ ഒരു സാധനം ഉണ്ടായിട്ട് അവർക്കൊരു വിഷമോ ദിവസമാണോ ഓക്കെ എനിക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞാൽ അവരിരിക്കാനേ പറ്റില്ല. എന്നാൽ അതിനെ അതിജീവിക്കുക എന്നുള്ള കാര്യത്തിലോട്ട് അവർ എത്തുന്നില്ല. അതാണ് ഇപ്പോൾ ജനറേഷനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. ആൾക്കാർ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഒരു സാധനത്തെ പറ്റി ചോദിച്ചു നോക്കി അവർക്ക് എല്ലാം അറിയാം. കാരണം അവർക്ക് റിസോഴ്സസ് ഉണ്ട്. ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഈസി അല്ല. എല്ലാവരും റിസോഴ്സസ് ഉണ്ട്, ഒത്തിരി റിസോഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ വരുന്ന ഒരു ഇഷ്യൂസ് ഓവർകം ചെയ്ത് പോകാൻ ഇതെങ്ങനെ വരുമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മൾ ഇപ്പം ഇന്ന് നിൽക്കുന്ന നമ്മൾ നിലവിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ കടന്നുപോയ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച വേദനകളും ഈ പ്രോസസ് കൂടെയാണ് നമ്മൾ എന്ത് വന്നാലും മുന്നോട്ട് മുന്നോട്ടുള്ള രീതിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. എക്സ്ട്രീം പണി കിട്ടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത്ര അടുത്ത പണി അത്ര നമ്മൾ അറിയാതെ നമ്മൾ അങ്ങനെ ആയി മാറും. അതെ അതെ, ഈ എക്സ്പീരിയൻസ് എടുക്കാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഇവർക്ക് ഈ പിള്ളേർക്കൊന്നും ഇതൊന്നും എടുക്കാൻ തയ്യാറല്ല. അതെ അതെ, അതുകൊണ്ട് അവർ ഇമോഷണലായിട്ട് ട്രേഡിംഗ് ആണെങ്കിലും ലൈഫിനാണെങ്കിലും നമ്മൾ ബീങ് സ്റ്റോയിക്ക് എന്ന് പറഞ്ഞാൽ ഇമോഷൻലെസ് ആയിട്ട് പ്രോഫിറ്റ് വന്നാൽ സന്തോഷമില്ലാതെ ലോസ് വന്നാൽ വിഷമം വരരുത് എന്നുള്ളതാണ് ഒരു എക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതേനാണ് ലൈഫിൽ. ഈ പ്രോഫിറ്റ് നമുക്കുള്ളതല്ല എന്ന ചിന്ത നമുക്ക് വേണം. ഇത് നാളെ മാർക്കറ്റ് കൊണ്ടുപോകും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ ഒരു വർഷാവസാനം എന്താണ് ഇട്ട് നോക്കിയിട്ട് അതായിരിക്കും നമുക്കുള്ളത്. സോ അത് ഷെയർ ചെയ്യുക, അത് നമുക്ക് ആവശ്യമുള്ള നമ്മൾ എടുക്കുക, നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡിങ്ങിലാക്കിയ ബിസിനസ് റീഇൻവെസ്റ്റ് ചെയ്യുക. ബിസിനസ്സിൽ കിടക്കുന്ന പൈസ എടുത്ത് ആഡംബരം കാണിച്ചു കഴിഞ്ഞാൽ ബിസിനസ് പൊട്ടും. അതുപോലെ തന്നെയാണ് ട്രേഡിങ് കിടക്കുന്ന പ്രോഫിറ്റ് എടുത്ത് ആഡംബരം കാണിച്ചാൽ ട്രേഡിങ് പൊട്ടും. പൊട്ടിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കഥ അതായിരിക്കും. കാരണം ഇവൻ ബാധ്യത എടുത്ത് തലയിൽ വയ്ക്കുകയല്ലേ. അപ്പോൾ അടുത്ത മാസം ലാഭം വന്നില്ലെങ്കിൽ എവിടെ നിന്ന് വണ്ടിയുടെ EMI അടയ്ക്കും? അതെ, എവിടെ നിന്ന് ഫോണിൻ്റെ EMI അടയ്ക്കും? പിന്നെ ഈ EMIക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് തുടങ്ങും. അതിന് വേണ്ടി ഇതിന് വേണ്ടി ട്രേഡ് ചെയ്യും. ഈ 10,000 രൂപ മാസം ആവശ്യമുള്ളവൻ ഒരു ദിവസം ട്രേഡ് ചെയ്ത് 2,000 ദിവസം വന്ന് അവൻ്റെ ടാർഗറ്റ് 12,000 ആയി. EMIക്ക് വേണ്ടി ആൾക്കാർ ഈ 10,000 രൂപയ്ക്ക് ഓപ്ഷൻ ചെയ്തിട്ട് പോകണം. അപ്പോൾ ഇത് പിന്നെ ആൾക്കാർ ഇത് പറയുന്നത് എന്താ, അന്ന് പൈസ ഉള്ളവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയും. ഇത് തർക്കിക്കുക. നമ്മുടെ ഈ ജനറേഷൻ്റെ ഒരു വെച്ചിട്ട് കാര്യമില്ല. ഈ ഒരു സാധനം ഞാനൊരു കണ്ടന്റ് ആയിട്ട് ഇട്ടുണ്ട്. 5,000 രൂപ വെച്ചാലും റെഡി ആയിരുന്നു. അത് പൊങ്കാലായിരുന്നു. അത് നിങ്ങളുടെ ഒരു കണ്ടന്റ് ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടപ്പോൾ എന്തോരം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ട്. മരം വിളിക്കുക കാശ്. അതെ അതെ അതെ, അത് കറക്റ്റ് സംഭവം. അതെ അതെ, ഞാനത്
അല്ല ഞാനത് ഷെയർ ചെയ്തു അറിയില്ല. ഞാൻ ഈ ട്രേഡിംഗ് സൈക്കോളജി റിയാലിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് പറയാൻ കാര്യമില്ല. കാരണം നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഈ കോഴ്സ് ലീഡേഴ്സ് പറയുന്നത് ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയതാണ്. അപ്പം ഈ പറയുന്നവൻ നടക്കുന്നത് ലൈക്ക് ബെനിഫിറ്റായിരിക്കും അല്ലെങ്കിൽ ലക്ഷറി ആയിരിക്കും കാണിക്കുന്നത്, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇവർ നോക്കുമ്പോൾ അവർക്ക് വന്നാൽ 3 മാസം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ. ഞാനിപ്പോൾ നമ്മളൊരു എസ്കോസ് ബെഞ്ചിൽ പോയാൽ ആൾക്കാർക്ക് അതേ ഇപ്പം എൻ്റെ കയ്യിരിക്കുന്ന ഈ ഫോൺ EMI ആണോ എന്ന് അറിയില്ല. ഞാനിത് ലോഞ്ച് ചെയ്ത സമയത്ത് 15 Pro Max എടുത്തു. ആൾക്കാർ നമുക്ക് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെന്താ ചിന്തിക്കും, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ എന്ത് ചിന്തിക്കും, അവൻ പൈസ കൊണ്ട് എനിക്ക് അവനെ പോലെ ആവണം, ഇത് EMI ആണോ, ഇനി EMI അടയ്ക്കാതെ ഞാൻ അടയ്ക്കുന്നുണ്ടോ, ഇതൊന്നും അറിയില്ലല്ലോ. ഇതൊരു മാർക്കറ്റിംഗ് ആൾക്കാരങ്ങനെ ആയിപ്പോയി. ഒരിക്കലും അങ്ങനെ അല്ല. നമ്മൾ ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ഷിഫ്റ്റ് ആയിപ്പോയി. അതായത് അത് കണ്ടിട്ട് ആൾക്കാർ അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ വരുന്ന ആൾക്കാരെന്ത് ചെയ്യും, അവർ ഇതിൽ ഫോക്കസ് ആവും. എന്നാൽ ഈ സ്കില്ല് പഠിക്കണമെന്നോ അവരുടെ എവിടെ വിജയിക്കണമെന്നോ അത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആൾക്കാർക്ക് അതാ താല്പര്യം, വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്. ജനുവിനോടുകൂടി ഇപ്പോൾ കൊടുക്കുന്നതൊന്നും ആൾക്കാർക്ക് ഭയങ്കര ചീത്തപ്പേരായിട്ടുണ്ട്. അതെന്റെ അത് അത് ശരിക്കും ഇതിനകത്ത് വിജയിക്കാത്തവർ പറയുന്നത്. ഞാൻ ആൾക്കാർ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ട്രേഡിങ്ങിൽ ഒന്നെങ്കിൽ അവർ ട്രേഡിങ്ങിൽ വിജയിച്ചിട്ടില്ല. കാരണം അവർ പൈസ പോയി കാണുമ്പോൾ അവർ നമ്മുടെ ഒരു നമുക്ക് ആരുടെയും മണ്ണിൽ കുറ്റം വയ്ക്കണം. അതായത് ഞാൻ എനിക്ക് നഷ്ടം വരാൻ കാരണം കോൾസ് എടുത്തോണ്ടാ, എനിക്ക് നഷ്ടം വരാൻ കാരണം അവൻ്റെ അടുത്ത് പോയി ഞാൻ പഠിച്ചോണ്ടാ. എന്നാൽ നീ എന്ത് ചെയ്ത്, അതായത് ഞാൻ എന്താ ചെയ്തത്, എന്നോട് ആരും കോൾസ് എടുക്കാൻ പറഞ്ഞു, നീ എന്ത് പഠിക്കാതെ ചെയ്തത്, അത് ഞാൻ ചെയ്ത എന്തിനു കോൾസ് എടുത്തു. ഇപ്പൊ അതിങ്ങനെ വേറൊരു കാര്യമുണ്ട്, എല്ലാവരുടെയും PN അറിയണം. എന്നാൽ ഈ PN ചോദിക്കുന്ന ഒരു 10,000 രൂപ ഡിമാറ്റ് കാണത്തില്ല, ഡിമാറ്റ് അക്കൗണ്ട് ഇത് കാണത്തില്ല. കാരണം അവർക്ക് സ്വന്തം PN-നെക്കാളും കൊണ്ട് വേറെ ബാക്കിയുള്ളവരെ അത് ഇവര് മനസ്സിലാവോ ഇത് ജെനുവിൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാ. ഇത് ജെനുവിൻ ആണോ എങ്ങനെ വേണം ഏത് രീതിയിൽ വേണോ ഈ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു തരത്തിൽ നമുക്ക് ഒരിക്കലും ഇത് ഒത്തിരി ഫ്രോഡ് ഇതിനകത്തുള്ളതുകൊണ്ട് ആൾക്കാർക്ക് വിശ്വസിക്കാനും വയ്യ. ആൾക്കാർ ഇപ്പോൾ PNL കാണിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത് ജെനുവിൻ അല്ല എന്നുള്ളൊരു തോന്നല്. അപ്പം നമുക്ക് അങ്ങനെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം PNL കാണിക്കുന്നില്ലല്ലോ, അപ്പോൾ ജെനുവിൻ ആയിരിക്കില്ല. നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ ഒരു വർഷം PNL കാണിച്ച ഒരുപാട് പേരുടെ ഫേക്ക് PNL ആണ്. ഒത്തിരി റീസൺസ് ഉണ്ട്. അത് പിന്നെ അത് പബ്ലിക്കിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളോട് PNL കാണിക്കും എന്നുള്ള രീതിയിൽ ഇതാണ് പറയാം. ഇപ്പം ഇത് അവർ കാണുമ്പോൾ അവർ മൊത്തം പരാജയങ്ങളെ. കുറേ ആൾക്കാർ ജെന്യൂനായിട്ട് ചോദിക്കുന്നവരുണ്ട്, അതായത് അവർക്ക് പേടിയായത് ഉള്ളതാണോ ഉള്ളതാണോ അറിയില്ല, പക്ഷേ ഇത് കണ്ടാൽ വിജയിക്കുമെന്നാണ്. അത് പേടിയുടെ പുറത്ത് വയ്ക്കുന്നത്. പക്ഷെ മറ്റില്ല, അത് പിന്നെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അത് അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയുന്നതല്ല, ഇത് ആൾക്കാർ അംഗീകരിക്കില്ല. കാശുണ്ടാക്കുന്നുണ്ടല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തപ്പോഴെന്തോ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അല്ല ഇതിപ്പോ പറ, ഇത് ഇപ്പൊ ഇതിന്റെ താഴെ കമന്റ് നീ PNL കാണിച്ചു അത് വന്നു. എനിക്കപ്പോ യൂട്യൂബ് ചാനൽ പോലും തുടങ്ങിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതിനകത്ത് ആരോ അത് ട്രേഡിങ്ങിന്റെ അല്ല, യൂട്യൂബ് വരുമാനം. ഒരു രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം വരണം നമുക്ക് അറിയാലോ. അത് ചെയ്യുമ്പോൾ അറിയാം യൂട്യൂബിനകത്ത് വരുമാനം കൊണ്ടൊന്ന് ഓടിച്ചു പോകും. കാരണം ആൾക്കാരുടെ തലയിൽ എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ കോഴ്സ് വിറ്റേ കാശ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനം കൊണ്ടേ പറ്റും, അല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സാധനം. കാരണം അവർക്ക് പറ്റിയിട്ടില്ല. ഈ PNL ചോദിക്കുന്ന പിന്നെയും സമ്മതിക്കും, ചിലർ ചെയ്യും ട്രേഡ് ചെയ്യാൻ അറിയാം, പിന്നെ ഇതിനെ കോഴ്സ് കൊടുക്കുന്നത് അതൊരു അത് ഇല്ലേ, അത് പൈസ ഉണ്ടാക്കുന്ന, അത് ശരിക്കും പൈസ ഉള്ള പറഞ്ഞാൽ നാട്ടുകാരെ നന്നാക്കുന്നത് മാത്രം ഇന്റൻഷൻ അല്ലല്ലോ. പൈസ ഉണ്ടാക്കുന്നത് പൈസ കിട്ടുക ചുമ്മാ അപ്പം നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ള സാധനം, ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക ഇതിനകത്ത് നമ്മളെ സമയമല്ലേ ഇടുന്നത്, സമയം എഫേർട്ട് ഈ സാധനം തൊണ്ട പൊട്ടി അവരുടെ പൈസ ഉണ്ട്. പാട്ടുകാരുടെ എത്ര പേര് പാട്ട് ആളുകളുടെ ചിന്ത, അതായത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വിജയിക്കാത്ത, ഇതിൽ പണം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഒരു സെറ്റ് ആൾക്കാർ, എല്ലാവരും പറയുന്നില്ല, ഒരു സെറ്റ് ഓഫ് അവർക്ക് അവരുടെ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അവർക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയത് ഇതാണ്, എവിടെയെങ്കിലും കൊണ്ടുവരണം. ഇല്ല ചിലർ ഓഫീസിലൊക്കെ നമ്മുടെ ഓഫീസിലൊക്കെ വീട്ടിൽ അടികൾ ഉണ്ടാക്കിയിട്ട് വരും, എന്നിട്ട് അവർ വന്നിട്ട് താഴെയുള്ള എംപ്ലോയീസ് എടുത്ത് കാണിക്കും. അതുപോലെ അവർ പരാജയപ്പെട്ട് വരും, പുറത്തെവിടെയെങ്കിലും കാണിക്കും. ചിലർ ജെന്യൂനായിട്ടുള്ളൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഈ ഒരു കാറ്റഗറി, ഈ ഒരു രീതിയിലോട്ട് ആയിപ്പോയി. നമ്മൾക്ക് ഇപ്പോൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നല്ലൊരു ഡോക്ടർ എപ്പോഴൊരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരാൾ വീട്ടിൽ എടുക്കുന്നില്ലേ, അതുപോലെ അതെ അതിനോട് പക്ഷേ ആൾക്കാർ ഇഷ്ടമാണ്. ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ല, കോഴ്സ് കൊടുക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ഇവിടെ പോയി പഠിക്കും. ആൾക്കാർക്ക് നല്ല നോളജ് ഉള്ളവരാണെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പ്യുവർ അസൂയ എന്നുള്ള രീതിയിൽ പറയും. പിന്നെ അവർ പരാജയപ്പെട്ടത് കൊണ്ട് വേറെ ആർക്കും, അത് നമ്മൾ ഈ ചിലർ എഴുതുന്ന ഇത് ഇറക്കിയത് അല്ല, ചിലർ
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലരിടുന്ന വീഡിയോസ് കാണുമ്പം അത് അവർ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ജെന്യൂനായിട്ടല്ല വേണം, അവൻ്റെ അസൂയ മുത്തിട്ടാവും, അവൻ പെട്ട് പണ്ടാരടങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിനെ ട്രേഡ് ചെയ്ത് നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഇത് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് കൊള്ളൂല, ഉടായിപ്പാണ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് പൈസ കൊണ്ട് ആഡ് ചെയ്ത് വെക്കണം. ഈ പറയുന്ന എല്ലാ സ്റ്റേജിലും കാശ് പോയതും ആൾക്കാരുടെ നിന്ന് കടം മേടിച്ചും കടം വീട്ടാതെ പറ്റാതെയും ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുമെന്നറിയാതെയും എന്നിട്ടും മുന്നോട്ട് പോയ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഈ 20 ലക്ഷം കൊണ്ട് പലരാണ് ഞാൻ ട്രേഡ് ചെയ്തതിൻ്റെ 20 ലക്ഷം മൊത്തം പോയി. 20 ലക്ഷം ഒറ്റ ദിവസം കൊണ്ടാണ്, ഒരു മാസം കൊണ്ടാണ് പോയി. ഒരു മാസം കൊണ്ടാകുമ്പോൾ 20 ലക്ഷം ആയാൽ അവൻ അടിയുടെ കുറവാണ്. 2% വെച്ചിട്ട് റിസ്ക് എടുത്തിട്ട് കളിക്കാവോ? 2% വെച്ച് 30 ദിവസം കണ്ടിന്യൂസ് ട്രേഡ് ചെയ്ത് ലോസ് ചെയ്താൽ 20 ലക്ഷം പോവില്ല. അപ്പോൾ അവന് റിസ്ക് മാനേജ്മെൻറ്റ് അറിയില്ല. എന്തിന് 20 ലക്ഷം ഇട്ടു, എന്തിന് 20 ലക്ഷം ഇട്ടു? അവന് കുഴപ്പമാണ്. ആ ആളുടെ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം നമ്മുടെ തെറ്റാണെന്നുള്ളത് അത് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. തെറ്റി ടിപ്പ് കൊടുത്തുകൊണ്ട് തെറ്റി, സ്റ്റോക്ക് മാർക്കറ്റിന്റെ തെറ്റ്, മുകളിലോട്ട് താഴോട്ട് പോയ സ്റ്റോക്കിന്റെ തെറ്റ്, അതാണ് അക്സെപ്റ്റൻസ് ഇല്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോഴേ എനിക്ക് അത് തിരുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ അത് ചെയ്തുകൊണ്ട് അവൻ അങ്ങനെ ആയതുകൊണ്ട് തെറ്റ്. ബ്രോക്കർ ഇപ്പം ഈ പറഞ്ഞ ബ്രോക്കർമാർ SL പിടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ടാണ് മാർക്കറ്റ്. അതും ഇത് കുറേ കോമഡിയാവും. ബ്രോക്കർ വിചാരിച്ചു അതുകൊണ്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് എന്നുള്ളത്, ബ്രോക്കറാണ് കൊണ്ടുപോയി കളയുന്നത്, അതുകൊണ്ട് ബ്രോക്കറെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാം. എന്നാൽ നമ്മൾ കറക്റ്റ് ചെയ്യാത്തതാണ് എൻ്റെ റീസൺ എന്ന്. നമ്മൾ ആദ്യത്തെ കാര്യം നല്ല ട്രേഡർ അക്കൗണ്ടബിൾ ആവുക. അതെ. പിന്നെ നമ്മുടെ സൈക്കോളജി എന്ത് വന്നാലും നമ്മുടെ തെറ്റാ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരുത്തിയ തെറ്റ് എന്താണ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ നാളെ അത് വരത്തില്ല. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനേ പോകത്തുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഒന്നാണ്. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയല്ല. എല്ലാവരും 1 മാസമോ 6 മാസമോ 1 വർഷമോ ഒന്നും കൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ല. ഞാൻ ഈ പണ്ട് കണ്ടപ്പോൾ ഈ യൂട്യൂബിനകത്ത് ഇംഗ്ലീഷിൽ ഹിന്ദിയിലേക്ക് വീഡിയോ ഇടുമ്പോൾ മൊത്തം ആൾക്കാരും ചീത്ത വിളിച്ചോളാം. കാരണം എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ മൊത്തം കള്ളന്മാർ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് പറ്റാത്ത റീസൺ എനിക്ക് പറ്റില്ല. പിന്നീട് നമ്മൾ അത് പ്രായത്തിൻ്റെ പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ, ഓക്കെ ഇത് ഇങ്ങനെയാണ് എന്നുള്ളത്.